എന്റെ വാർത്ത എന്നും ജനങ്ങൾക്കൊപ്പം. സ്വാഗതം പുതിയ ലക്കത്തിലേക്ക്. എന്റെ വാർത്തയിലെ ഇന്നത്തെ റിപ്പോർട്ടുകൾ ഒറ്റനോട്ടത്തിൽ. കാവ്യയും അനൂപും എങ്ങനെ സ്കൂളിൽ പോകും? തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് ഷിജു. വിദ്യാഭ്യാസ മന്ത്രി, ഇത് നാണക്കേട് തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് നിധിൻ ശിവറാം. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന അവകാശം നേടിയെടുക്കാൻ കൊടും യാതനകൾ സഹിക്കുന്ന ഒരു കൂട്ടം പിഞ്ചു കുഞ്ഞുങ്ങൾ. തലസ്ഥാന ജില്ലയിൽ നിന്നാണ് ഈ നാണക്കേടുണർത്തുന്ന കാഴ്ച. നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ കണ്ണു തുറന്നു തന്നെ കാണട്ടെ ഈ കാഴ്ചകൾ. തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് ഷിജുവിന്റെ റിപ്പോർട്ടാണ് ഇന്ന് എന്റെ വാർത്തയിൽ ആദ്യം. ഇവർ കാവ്യയും അനൂപും. രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കാവ്യയെയും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനൂപിനെയും എന്റെ വാർത്ത കണ്ടുമുട്ടിയത് തിരുവനന്തപുരം ജില്ലയിലെ വലിയകാല സെറ്റിൽമെന്റ് കോളനിയിൽ വെച്ചാണ്. സ്കൂളിൽ പോകാൻ ഇവർ രണ്ടാളും രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്നു. കൂട്ടിന് ഈ നായ. പഠിച്ച് മിടുക്കരാകണം എന്നാണ് കാവ്യയുടെയും അനൂപിന്റെയും ആഗ്രഹം. ഭാവിയിൽ ആരായി തീരണമെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പഠിച്ച് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ 9:30 ഇവർക്ക് സ്കൂളിലെത്താൻ കഴിയും. ആദിവാസി ഊരിൽ നിന്ന് ഉൾവനത്തിലൂടെ 4 കിലോമീറ്റർ നടന്നാണ് കാവ്യയും അനൂപും എന്നും വിതിരയിലുള്ള സ്കൂളിലെത്തുന്നത്. കാവ്യയെയും അനൂപിനെയും പോലെ പഠിച്ച് മിടുക്കരാകണം എന്ന ആഗ്രഹത്തിലാണ് ഈ ആദിവാസി ഊരിലെ ഓരോ കുട്ടിയും സ്കൂളിലെത്തുന്നത്. 4 കിലോമീറ്റർ കാട്ടിലൂടെ ഇവർ നടക്കുന്ന വഴിയിൽ ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം പതിവ്. ഇവരുടെ നടവഴിയിൽ ആന ഇറങ്ങിയ പിന്നെ അന്ന് അവർക്ക് സ്കൂളിലെത്താൻ കഴിയില്ല. മഴക്കാലത്ത് കാട്ടാന ശല്യം ഇവിടെ സ്ഥിരമാണ് താൻ. അതുകൊണ്ട് പഠിച്ച് മിടുക്കരാകണം എന്നാഗ്രഹമുള്ള ഈ ഊരിലെ കുട്ടികളുടെ പേരിന് നേരെ ഹാജർ ബുക്കിൽ ആബ്സെന്റ് എന്ന് രേഖപ്പെടുത്താൻ മാത്രമേ മിക്ക ദിവസവും ടീച്ചറിന് കഴിയൂ. ഇത്രയും ദൂരമുണ്ട് ജേഴ്സി ഫാമിൽ നിന്നും ഇവിടം വരെ ഇത്രയും കിലോമീറ്റർ താണ്ടിയാണ് കുട്ടികൾ എന്നും ഞങ്ങൾ അവിടെ കൊണ്ട് രാവിലെ ഇറക്കി വിട്ട് അവരെ കയറ്റി വിട്ടിട്ടാണ് തിരിച്ചു പറഞ്ഞത്. അപ്പോഴൊരു സ്കൂളിൽ ഇവരെ ഇങ്ങനെ കൊണ്ടുവിട്ടാൽ നമുക്ക് കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരിച്ച് അതുപോലെ വൈകിട്ട് അതുപോലെ ചെന്ന് അവിടെ ചെന്ന് അവരെ വിളിച്ചിട്ട് വരണം. എന്നിട്ട് പോകുന്ന വഴിക്ക് മിക്ക ദിവസവും പകുതി പോയിട്ട് തിരിച്ച് വരാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആന ഞങ്ങൾ സ്ത്രീകൾ മാത്രം പോണ ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും സ്ത്രീകൾ മാത്രമാണ് പോണവരെയും കൊണ്ട്. അപ്പോൾ ഫോണൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് വീട്ടിലെ ആണുങ്ങൾ പണിക്ക് പോകുന്ന ദിവസം അവരെ കാണൂല. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് അവര് ബില്ലും കമ്പും ഇതൊക്കെ കൊണ്ടുവന്ന് ചൂണ്ടി അങ്ങനെയൊക്കെ എത്രയോ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് നിത്യം ഉണ്ട്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്ന ഈ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് വീട്ടിലെത്താനും രാത്രി 7 മണിയാവും. ഈ ഊരിൽ നിന്ന് 15 കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് തിരികെ മടങ്ങുമ്പോൾ വഴിയിൽ ആന ഇറങ്ങിയ പിന്നെ ഇവർക്ക് വീട്ടിലെത്താനും കഴിയുന്നില്ല. പേടിയോടെ തിരികെ നടന്ന് കടത്തിണ്ണയിലോ മരച്ചുവട്ടിലോ ഇവർ മുതിർന്നവരാരെങ്കിലും വരുന്നതുവരെ കാത്തിരിക്കണം. ഈ കുരുന്നുകൾക്ക് സ്കൂളിലെത്താൻ ഒരു വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലും വകുപ്പ് മന്ത്രിക്കും സ്ഥലം MLAക്കും ഇവർ പല തവണ നിവേദനങ്ങൾ നൽകിയതാ. പക്ഷേ ഇവരെ സഹായിക്കാൻ ആരും ഇന്നുവരെ തയ്യാറായിട്ടില്ല. വണ്ടിയുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് റോഡിൽ ഇറങ്ങാൻ. ഇവിടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ആട്ടോ പോലും ഇവിടെ കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയക്കാനെ കൊണ്ട് ഇവിടെ ഒരു 10-15 കുട്ടികളുണ്ട് വിതിരയിലും മരുതാലയായിട്ട്. ആ കുട്ടികളെ പഠിപ്പിക്കാനെ കൊണ്ട് നമ്മൾ റൈവിലൊരു വണ്ടിക്ക് ഏർപ്പാട് ചെയ്ത്. അപ്പോൾ 2 കുട്ടികളുടെ കണക്കെടുത്തോണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അതിവർ പള്ളിക്കൂടത്തിൽ ചെന്ന് കണക്കൊക്കെ എടുത്തോണ്ട് കൊടുത്ത്. ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരുമെന്ന് പറയണ അല്ലാതെ ആ വണ്ടി ഇന്ന് വരെ നിലവിൽ വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക്
പഠിക്കാൻ വേണ്ടി ഇത് ജീപ്പ് നൽകണമെന്ന് ഞങ്ങൾ മന്ത്രി സാറിനോടും മറ്റ് രാഷ്ട്രീയ നേതാക്കളോടും ഇത് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്കൊരു ജീപ്പ് അല്ലെങ്കിൽ ഒരു ടെമ്പോ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇത് വാഹനം ഞങ്ങൾക്ക് നൽകണം. ഇനി വാഹനം അനുവദിച്ചാൽ തന്നെ അത് വലിയ കാലായിൽ എത്തിച്ചേരണമെങ്കിൽ ആദ്യം സഞ്ചാരയോഗ്യമായ റോഡ് വേണം. ഇവർക്ക് റോഡ് അനുവദിക്കും എന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും എല്ലാ പാർട്ടികളും സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആരും ഈ പട്ടിണി പാവങ്ങളെ ഓർക്കാറേയില്ല. നമ്മള് മന്ത്രിയെ കാണാൻ ഇവിടെ നിന്ന് പിള്ളേർ പോയിട്ടുണ്ട്, നമ്മളെ കഷ്ടതകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് റോഡിന് വേണ്ടിയിട്ട് 1 കോടി അനുവദിച്ചെന്നും പറഞ്ഞ്. പക്ഷെ അതൊന്നും ഇപ്പോഴും ഒരു ഇതുമില്ലാതെ കിടക്കുകയാണ്. ഇനി അത് കിട്ടുമോ കിട്ടൂലെന്ന് അറിഞ്ഞുകൂടാ. അന്ന് വരുമ്പം പറയും ഇവിടെ എല്ലാം കൂടെ ഇപ്പം നിങ്ങൾക്ക് പ്ലെയിനിൽ ഇറക്കി തരാമെന്ന്. അത് കഴിഞ്ഞാൽ ഇന്ന് ഒരാളിനെ കാണാൻ പോലും ഇല്ല. അത് വരും. ഇലക്ഷൻ വർക്കിന് എത്ര പാർട്ടികളെ കാണണം? എല്ലാ പാർട്ടിക്കാരും കൂടെ വരെ ഇരുട്ടും വെളുപ്പില്ല. നമുക്ക് ചൊവ്വേരെ ഇരുന്ന് ഒരു വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാത്ത കണ്ടീഷനിൽ വരണത്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് കൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ റോഡുണ്ടാക്കി തരാം, പിന്നെ ആനുകൂല്യങ്ങൾ എന്തെല്ലാം കിട്ടുമോ അതല്ല. വോട്ടിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥിരമായി ഇവരെ കബളിപ്പിക്കാറുണ്ട്. ഇവർക്കൊപ്പം തുടരുക എന്റെ വാർത്തയിൽ ഒരു ചെറിയ ഇടവേള മാത്രം. ഇതുവരെ കണ്ടത് മാത്രമല്ല ഇവരുടെ പ്രശ്നങ്ങൾ. ഇനിയും ഏറെ പരാതികൾ ഇവർക്കുണ്ട്. സിറ്റിസൺ ജേർണലിസ്റ്റ് ഷിജുവിന്റെ റിപ്പോർട്ട് തുടരുന്നു. കൃഷി ചെയ്യാൻ ഇവർക്ക് ഭൂമിയുണ്ട്. പക്ഷെ വന്യമൃഗശല്യം കാരണം ഒന്നും നട്ടുവളർത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അതിനാൽ കൃഷിഭൂമിയെല്ലാം തരിശായി കിടക്കുന്നു. ഒന്ന് അടിയന്തരമായി ആശുപത്രിയിൽ പോകണമെങ്കിലും കാട്ടിലൂടെ കിലോമീറ്ററുകൾ ഇവർക്ക് നടക്കേണ്ടി വരും. തൊഴിലിനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ഇവർക്ക് നടന്ന് വിതിരയിലെത്തിയേ കഴിയൂ. എല്ലാവർക്കും അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഭൂമിയുണ്ട്. അത്യാവശ്യം കൃഷിയുടെ റബ്ബർ, കപ്പ, വാഴ അതൊക്കെ കൃഷിയുണ്ട്. പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇതൊന്നും എടുത്തുപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വന്യമൃഗം എന്ന് വെച്ചാൽ ആന സഹിതം നമ്മളെ ഈ കൃഷിയിടങ്ങളിൽ ഇറങ്ങി എല്ലാം നശിപ്പിക്കും. ആന, വ്ളാവ്, പന്നി എല്ലാം കൃഷിയിടങ്ങളിൽ എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സെറ്റിൽമെന്റിന് ചുറ്റും ആനക്കിടങ്ങോ അല്ലെങ്കിൽ സോളാർ ഫെൻസിംഗ് എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ചെയ്തു തരാമെന്ന് അധികാരികൾ പറയുന്നതല്ലാതെ അതിനെതിരെ ഒരു നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വന്യമൃഗശല്യത്തോടൊപ്പം ഇവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. കിണറുകൾ ഈ ആദിവാസി ഊരിൽ കുറവ്. വനം വകുപ്പ് നിർമ്മിച്ച് നൽകിയിരിക്കുന്ന വാട്ടർ ടാങ്കിൽ എത്തിച്ചേരുന്നത് മലമുകളിലുള്ള അരുവിയിൽ നിന്നുള്ള വെള്ളമാണ്. വേനലായാൽ അതും നിലയ്ക്കും. വീട് നിർമ്മിക്കാൻ പഞ്ചായത്തിൽ നിന്ന് ധനസഹായം ഉണ്ടെങ്കിലും അതിനുള്ള വസ്തുക്കൾ ഇവിടെ എത്തിക്കാനുള്ള ചുമട്ടുകൂലി നൽകാൻ പോലും ആ തുക മതിയാവുകയില്ല. അതുകൊണ്ട് ആരും തന്നെ ആ ആനുകൂല്യത്തിന് അപേക്ഷിക്കാറുമില്ല. അപേക്ഷിച്ചവർ പണം തികയാതെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. ഈ 10-30 കുടുംബങ്ങളുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വീട് ഏകദേശം എല്ലാവർക്കും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടുന്ന 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച് കിട്ടും. പക്ഷെ ഞങ്ങൾ ഈ റോഡ് ഇതെല്ലാം താണ്ടി ആ പുറത്തുനിന്നുള്ള സാധനം ഇവിടെ എത്തുമ്പോൾ അതിൽ നിന്ന് 3/4 പൈസയും അതിന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ പറയുന്ന രീതിക്ക് വീട് ഞങ്ങൾക്ക് ഇവിടെ പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ആവശ്യങ്ങൾ ഇവർ തലമുറകളായി ഉന്നയിക്കുകയാണ്. പക്ഷേ ഒരു ഭരണാധികാരികൾക്കും ഇതുവരെ ഇവരോട് ദയവ് തോന്നിയിട്ടില്ല. ഞങ്ങൾ ഇവരുടെ ദുരിത ജീവിതം ഈയിടെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സ്ഥലം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. താങ്കളെങ്കിലും ഇവർക്ക് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കുമെന്ന് പ്രതീക്ഷയോടെ. ഇത് കാണുന്ന മുഖ്യമന്ത്രിയോടും ഞങ്ങളുടെ വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ റോഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തി സെറ്റിൽമെന്റിന് ഉള്ളിൽ വരെ കോൺക്രീറ്റ് ചെയ്ത് തരിക. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു വാഹന സൗകര്യം ഏർപ്പാടാക്കി തരിക. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ബസ് സർവീസ് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ കുട്ടികളുടെ ഈ ദുരവസ്ഥ മാറ്റാനായിട്ട് ഈ ഗോത്രസാരഥി പോലെ ജീപ്പ് സർവീസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു ജീപ്പ് സർവീസ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണം. ഈ കുരുന്നുകളുടെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഇടപെട്ട് ഒരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ വിതുര വലിയകാലയിൽ നിന്നും സിറ്റിസൺ ജേർണലിസ്റ്റ് ആർ ഷിജു.
പഠനം എന്നത് ജീവൻ മരണ പോരാട്ടമാകുന്ന മറ്റു ചില കുട്ടികളുടെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്കൂൾ തുറന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പാഠപുസ്തകം എത്തിക്കാത്ത വിദ്യാഭ്യാസ വകുപ്പും വകുപ്പ് മന്ത്രിയും കണ്ണു തുറന്ന് കാണാൻ ഇതാ മറ്റൊരു കാഴ്ച. നാണക്കേടെന്ന വാക്ക് മതിയാവില്ല ഇവിടെ പ്രയോഗിക്കാൻ. തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് നിതിൻ ശിവറാമിന്റെ റിപ്പോർട്ടാണ് ഇനി എന്റെ വാർത്തയിൽ. കോതമംഗലത്ത് മാമലക്കണ്ടത്ത് നിരാഹാര സമരം ചെയ്ത് അവകാശങ്ങൾ നേടിയെടുത്ത ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും വകുപ്പ് മന്ത്രിയുടെയും കണ്ണ് തുറക്കണമെങ്കിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും മാതാപിതാക്കളും സമരം ചെയ്യേണ്ട ഗതികേടിലാണോ കേരളം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന സംശയത്തിലാണ് ഇപ്പോ എന്റെ വാർത്ത. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല പഞ്ചായത്തിലെ തെന്നൂർ LP സ്കൂളിലേക്ക് കടന്നു ചെല്ലാൻ വിദ്യാഭ്യാസ മന്ത്രിയെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വന്നാട്ടെ. ആദ്യം നമുക്കല്പം ചരിത്രം പഠിക്കാം. ഏത് വിഷയം? അത് തന്നെ, ഹിസ്റ്ററി. 1960 സ്ഥാപിതമായതാണ് ഈ LP സ്കൂൾ. ഈ സ്കൂളിലെ കെട്ടിടങ്ങൾക്കുമുണ്ട് അതേ പഴക്കം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം കണക്ക്. അതെ, മാത്തമാറ്റിക്സ്. 2015 ന്യൂനം 1960. ഉത്തരം പറയൂ ആരെങ്കിലും. അല്ലെങ്കിൽ ഉത്തരം എന്റെ വാർത്ത എന്ന് പറയാം. 2015 മൈനസ് 1960 സമം 55. അതായത് 55 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്കെന്ന് ചുരുക്കം. മലയോര മേഖലയിൽ വരുന്ന ഈ സ്കൂള് ഏതാണ്ട് 55 വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂള് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ സ്കൂളിൽ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗവും നിർധനരായിട്ടുള്ള കുട്ടികളാണ്, പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ സ്കൂളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. കാലപ്പഴക്കം കൊണ്ട് ഏത് നിമിഷവും തകർന്ന് വിദ്യാർത്ഥികളുടെ തലയിൽ വീഴാവുന്ന നിലയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര. മഴ പെയ്താൽ ഒറ്റ തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല. കെട്ടിടം ചോർന്നൊലിക്കുന്നത് കാരണം മഴക്കാലത്ത് ഇവിടെ പഠനവും നടക്കാറില്ല. ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഇവിടെ സ്കൂളൊന്ന് സന്ദർശിച്ചപ്പോൾ സ്കൂളിന്റെ മേൽക്കൂരയൊക്കെ മഴയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. വെള്ളം കറക്റ്റ് റൂമിനകത്ത് എത്തുകയും പിന്നെ പട്ടിയിലെല്ലാം പൊട്ടാറായി എന്ന് പറഞ്ഞാൽ നിലം പൊട്ടാറായ അവസ്ഥയിലേക്കാണ് ഞാൻ സ്കൂളിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സ്കൂൾ കെട്ടിടം പണ്ട് ഇത് സ്ഥാപിതമായ വർഷം നിർമ്മിക്കപ്പെട്ടതാണ്. അത് ഓടുമേഞ്ഞ കെട്ടിടമാണ്. അത് മാറിയതിന് ശേഷം ഒരു കോൺക്രീറ്റ് നിർമ്മിത കെട്ടിടം, കുറഞ്ഞത് 4 ക്ലാസ് മുറികളെങ്കിലും ഉള്ള ഒരു കോൺക്രീറ്റ് നിർമ്മിത കെട്ടിടം ഈ സ്കൂളിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ വിദ്യ അഭ്യസിക്കാൻ എത്തുന്നത്. പ്രീ KG മുതൽ 4ാം തരം വരെയാണ് ക്ലാസുകൾ. 70 കുട്ടികൾക്ക് ഇരിക്കാൻ ആവശ്യമായ ബെഞ്ചും ഡെസ്കും പോലും ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഇല്ല. പഴയ ആ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓടിട്ട ആ ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ ഏത് സമയവും നിലം പതിച്ച് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടുത്തെ പട്ടിയെല്ലാം വളരെ ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് നമുക്ക് ഇരുത്താൻ പോലും പേടിയാണ്. ഇപ്പം വായനാമുറി സൗകര്യം ചെയ്ത് കൊടുത്തപ്പോൾ ഒരാഴ്ച ഇപ്പം തന്നെ മഴ പെയ്തപ്പോൾ അവിടെ എല്ലാം വെള്ളം വീണ് പിന്നെ ആ പുസ്തകം എല്ലാം നനഞ്ഞ് അപ്പോൾ അതൊരു നമുക്കൊരു സേഫ്റ്റി ആയിട്ട് കുട്ടികളെ ഇരുത്താൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ അത് കൃത്യമായി നടപ്പിൽ വരുത്താനുള്ള പ്രയാസം അതാണ്. കാരണം നമുക്കൊരു സൗകര്യങ്ങൾ ആ പഴയ പുതിയ രൂപത്തിൽ ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രയാസം നമ്മുടെ പഠന രീതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്.
നീണ്ടു നിവർന്നു കിടക്കുന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ വേർതിരിച്ചിരിക്കുന്നത് ദാ ഇങ്ങനെ. ഈ സ്കൂളിൽ സർക്കാർ ഒരുക്കിയിരിക്കുന്ന ലൈബ്രറി സംവിധാനം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആധുനിക വിദ്യാഭ്യാസ രീതിയും സമീപനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം സ്മാർട്ട് ക്ലാസ് റൂം, അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ടെലിഫോൺ ബന്ധം പോലും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ക്ലാസ് റൂമുകളുടെ അഭാവം, സ്മാർട്ട് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള പിന്നോക്ക മേഖലയിലുള്ള ഒരു സ്കൂളിൽ അത്തരത്തിലുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂം പഠന രീതിയൊന്നും നമുക്കിവിടെ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്നില്ല. മറ്റൊരു കാര്യം ഭൗതിക സാഹചര്യത്തിൻ്റെ അഭാവമാണ്. സ്കൂള് ഏറ്റവും ആകർഷകമാക്കണം. ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ വളരെ ആകർഷകമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സ്കൂള് 2010 വരെ പഞ്ചായത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ SSA സർവശിക്ഷാ അഭിയാൻ പോലെയുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ ഏജൻസികളുടെ ധനസഹായം ഈ സ്കൂളിന് ലഭിച്ചിരുന്നില്ല. കുട്ടികൾക്ക് പഠനത്തിനായി എത്തിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. മലയോര പ്രദേശമായതുകൊണ്ട് കൂലിപ്പണി ചെയ്യുന്നവരുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നവരിൽ ഏറെയും. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു താൽപര്യവുമില്ല. 400-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളാണിത്. വയസ്സൻ കെട്ടിടമുയർത്തുന്ന സുരക്ഷാ ഭീഷണി കാരണം രക്ഷിതാക്കൾ ഇവിടേക്ക് കുട്ടികളെ അയക്കാതായി. വാഹന സൗകര്യം, ഒന്നത് കയറി വരുന്ന വഴി, കക്കൂസ്, അങ്ങനെ ബെഞ്ച്, ഡെസ്ക്, ഇങ്ങനെ പൊതു ഇതാണ്. അതായത് ഓട്, മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളം അകത്താണ് വീഴുന്നത്. നമ്മൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ട് മന്ത്രിക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞിട്ട് അങ്ങേ വർഷം ഞാൻ PTA പ്രസിഡന്റായിട്ടിരുന്നപ്പം സഹിച്ചതാണെല്ലാം. അതിനൊന്നും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വീടുകളിൽ ശൌചാലയം നിർമ്മിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ കേന്ദ്ര സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് പരസ്യ പ്രചാരണം നടത്തിയതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവർ അറിഞ്ഞിട്ടേയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിലെ മൂത്രപ്പുരകൾ ഇങ്ങനെ ഇട്ടേക്കും ആരെങ്കിലും? 2 മൂത്രപ്പുരകൾ ഉള്ളതിൽ ഒന്ന് കാട് പിടിച്ച് ഉപയോഗശൂന്യം, മറ്റേതാകട്ടെ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതി. അപകടം പേടിച്ച് അധ്യാപകർ കുട്ടികളെ അങ്ങോട്ട് വിടാറില്ല. ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ പഠിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തിയ സ്കൂൾ ഇന്ന് ശോചനീയമായ അവസ്ഥയിലേക്ക് വന്നത് ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യക്കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധക്കുറവാണ്. അധികാരികൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സ്കൂൾ വളരെ മെച്ചപ്പെട്ടു പോകുമായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുൻപന്തി നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ മലയോര മേഖലയിൽ ഇതുപോലുള്ള ഒരു സ്കൂൾ ഇത്രയും ശോചനീയമായ സ്ഥിതിയിലേക്ക് വന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട്. MP ഫണ്ടും MLA ഫണ്ടും ഒന്നും തന്നെ ഈ സ്കൂളിലേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല. സർക്കാർ സ്കൂളുകൾ പലതും അടച്ചുപൂട്ടുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ ഗവേഷകരെ ഇതാ നിങ്ങൾ ഇവിടേക്ക് വരിക. ചുറ്റുപാടും തല ഉയർത്തുന്ന വൻകിട സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനാണ് ഈ LP സ്കൂൾ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണവും ഇവിടെ നാട്ടുകാർക്കുണ്ട്. കോതമംഗലത്തെ വിദ്യാർത്ഥികളെ പോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉടനെ തന്നെ സമരത്തിനിറങ്ങി പുറപ്പെട്ടേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ആ സമരത്തിന്റെ മുൻനിരയിൽ എന്റെ വാർത്ത ഉണ്ടാകുമെന്ന് തെന്നൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകും. ഒപ്പം ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. എന്റെ വാർത്തയ്ക്ക് വേണ്ടി സിറ്റിസൺ ജേർണലിസ്റ്റ് നിതിൻ ശിവറ. ഇനിയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് ബോധോദയമുണ്ടാകട്ടെ. നിങ്ങളുടെ സിറ്റിസൺ റിപ്പോർട്ടുകൾ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഇടഗ്രാമം, കരിമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ info@amruthatv.com. വ്യത്യസ്തങ്ങളായ സിറ്റിസൺ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.